ഹലോ ഗൈസ്. ഇന്ന് ഞാൻ 1984 എന്ന് പറയുന്നൊരു ബുക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ബുക്ക് ബേസ്ഡ് ഓൺ പൊളിറ്റിക്സ് ആണ്, ബട്ട് ഇതൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള വിൻസ്റ്റൺ എന്ന് പറയുന്ന വ്യക്തി ഒരു ടൊട്ടാലിറ്റേറിയൻ പാർട്ടി, ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൊട്ടാലിറ്റേറിയൻ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാണ് വിൻസ്റ്റൺ എന്ന് പറയുന്ന ഒരാൾ. ആ വ്യക്തി കടന്നു പോകുന്ന കുറച്ച് ഇൻസിഡൻറ്റ്സ്, അതേപോലെ തന്നെ കുറച്ച് വ്യക്തികൾ, പിന്നീട് എങ്ങനെയാണ് ആ വ്യക്തി അവസാനം അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗവൺമെൻറ്റിന് തന്നെ ഒരു ഇരയായി മാറുന്നത്, ഇതൊക്കെയാണ് ഈ ബുക്ക് പറഞ്ഞു വെക്കുന്നത്. അതായത് വിൻസ്റ്റൺ എന്ന് പറയുന്ന കഥാപാത്രം ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഓഫീസ് ജോബ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതായത് ഈ വ്യക്തി ഈ പാർട്ടിക്ക് വേണ്ടി, അതായത് ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്ന ഈ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെയാണോ പണ്ട് പാസ്റ്റിൽ നടന്നിരുന്നത് അതെല്ലാം തന്നെ പാർട്ടിയുടെ നറേറ്റീവിലേക്ക് ചേരുന്ന രീതിയിലേക്ക് ചരിത്രത്തെ തന്നെ മാറ്റുക. ഇതാണ് ഈ വ്യക്തിയുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നത്. ചരിത്രം മാറ്റുക എന്ന് പറയുന്നത് പണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് പാർട്ടിയുടെ പേരിൽ ഇറങ്ങുന്ന ബുക്കുകളായിട്ട്, അതേപോലെ തന്നെ പോസ്റ്ററുകളാവട്ടെ, ഇതെല്ലാത്തിലും കൂടെ തന്നെ അവർ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കഥയിൽ ഏറ്റവും കൂടെ പ്രാധാന്യപ്പെട്ട് പലയിടത്തും പറയപ്പെടുന്ന 3 വരികളുണ്ട്. അതായത് ഫ്രീഡം ഈസ് സ്ലേവറി, വാർ ഈസ് പീസ്, അതേപോലെ തന്നെ ഇഗ്നോറൻസ് ഈസ് ബ്ലിസ് എന്നാണ് പല സമയത്തും റിപ്പീറ്റഡായിട്ട് ഈ ബുക്ക് വരുന്ന 3 വാചകങ്ങൾ. അപ്പോൾ ഒരു അധികാരത്തിലുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഐഡിയോളജികൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് അവരെങ്ങനെയാണ് നാടിനെ അല്ലെങ്കിൽ ജനങ്ങളെ മൊത്തം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ബുക്കിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത്. അതായത് ഈ വിൻസ്റ്റൺ എന്ന് പറയുന്ന വ്യക്തി തുടക്കത്തിൽ പാർട്ടിക്ക് വേണ്ടി പണി ചെയ്യുകയും പിന്നീട് പാർട്ടിയെ ഇയാൾ ചോദ്യം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇയാൾ ഒരു ജയിൽ പോലെ ഒരു സ്ഥലത്തേക്ക് ഇയാളെ കൊണ്ടുപോവുകയും പിന്നീട് അവിടെ ഉള്ള ടോർച്ചറിങ് മെത്തേഡ്സ്, ഇമോഷണലാവട്ടെ സൈക്കോളജിക്കലാവട്ടെ ഉള്ള ടോർച്ചറിങ് ഒക്കെ കൊണ്ട് തന്നെ ഈ വ്യക്തിയെ പിന്നീട് മാറി ചിന്തിപ്പിക്കുകയും ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനം സറണ്ടർ ആവുകയും ചെയ്യുന്നതാണ് ഈ കഥ എന്ന് പറയുന്നത്. ഈ കഥയിൽ പല സമയത്തും വരുന്ന ഒരു വന്നു പോകുന്ന ഒരു ഫിഗറാണ് ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ. ബേസിക്കലി സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും അങ്കിൾ സാം എങ്ങനെയാണോ അമേരിക്കയുടെ ഒരു സിമ്പിളായിട്ട് പറയുന്നത് എന്ന് പറയുന്ന പോലെയാണ് ബിഗ് ബ്രദർ ഈ കഥയിൽ. അപ്പോൾ ഈ കഥയിൽ പല സമയത്തും ബിഗ് ബ്രദറിനെ പറ്റി പറയുന്നുണ്ട്. ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്നാണ് പല സ്ഥലത്തും ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ കഥാനായകൻ ഇങ്ങനെ ഒരു പോസ്റ്റർ കാണുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റർ. ആ പോസ്റ്ററിൻ്റെ താഴെ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു അങ്ങനെ ഒരു സ്ലോഗനും എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കഥയിൽ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ട് കഥാനായകന്. തുടക്കത്തിൽ അത് ഒരു പാർട്ടിയുടെ തന്നെ ഒരാളായിട്ട്
കഥാനായകൻ വിചാരിക്കുകയും പിന്നീട് അതങ്ങനെയല്ല എന്ന് മനസ്സിലാകുമ്പോൾ ആ സ്ത്രീയോട് പ്രണയം തോന്നുകയും പിന്നീട് അവർ രണ്ടുപേരും എങ്ങനെയാണ് ജയിലിലാവുന്നത്, അവസാനം ബിഗ് ബ്രദർ എന്ന കഥാപാത്രത്തിനോട് ഈ വ്യക്തി അവസാനം ബിഗ് ബ്രദറാണ് ശരി, ബിഗ് ബ്രദറാണ് സേവിയർ, ബിഗ് ബ്രദറിന് തല വണങ്ങുക, അതാണ് അവസാനം വിൻസ്റ്റൺ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത്. ഈ കഥയിൽ പല സന്ദർഭങ്ങളും രാഷ്ട്രീയം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള മീഡിയ എന്ന് പറയുന്ന സെക്ടേഴ്സിൽ എന്തെല്ലാം അഴിമതികൾ നടക്കുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെയൊക്കെയാണ് തെറ്റായ രീതിയിൽ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരവരുടെ പ്രിവിലേജസ് നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പലപ്പോഴും ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എന്നാൽ ഇത് എവിടെയാണ് ആരും പറഞ്ഞു കേൾക്കാറില്ല, അല്ലെങ്കിൽ ആരും വേണ്ടത്ര പറയാറില്ല എന്ന് പറയുന്നൊരു കാര്യമാണ് ഈ ബുക്കിലൂടെ 1984 എന്ന് പറയുന്ന ബുക്കിലൂടെ ജോർജ് ഓർവെൽ പറഞ്ഞു വെച്ചേക്കുന്നത്. വളരെ കോയിൻസിഡൻ്റലായിട്ട് വായിച്ച ഒരു ബുക്കാണിത്. അതായത് തുടക്കത്തിൽ ഒട്ടും തീരെ താല്പര്യമില്ലാതെ വായിച്ചൊരു ബുക്കായിരുന്നു ഇത്. ബട്ട് ഒരുപാട് കേട്ടിട്ടുള്ളൊരു ബുക്കായിരുന്നു, വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ്, വായിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ച ഒരു ബുക്കായിരുന്നു ഇത്. ആൻഡ് ഈ അടുത്തിടയ്ക്ക് ഞാനൊരു കമ്പ്യൂട്ടർ വൈറസിനെ പറ്റി ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഈ പേര് 1984 എന്ന് പറയുന്ന ബുക്കിനെ പറ്റി ഞാൻ വായിക്കുകയുണ്ടായി. അതായത് ഒരു ഫസ്റ്റ് ലേഡിയുടെ, അമേരിക്കയുടെ ഒരു ഫസ്റ്റ് ലേഡിയുടെ, ഒരു ഫേമസ് ആയിട്ടുള്ള ഫസ്റ്റ് ലേഡിയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരുന്നു 1984 എന്ന് ആണ് ഞാൻ വായിച്ചത്. വൈറസിനെ പറ്റിയുള്ള ബുക്കിൽ ഞാൻ വായിച്ചത്. അങ്ങനെ ഞാനിത് വായിക്കാൻ തീരുമാനിക്കുകയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാഷ്ട്രീയത്തെ പറ്റി, അതേപോലെ തന്നെ എങ്ങനെയാണ് ചരിത്രങ്ങൾ മാറ്റുക, അധികാരത്തിലുള്ളവർ അല്ലെങ്കിൽ പവറുള്ളവർ. എന്തായാലും എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക ഈ ബുക്ക്. ഈ ബുക്കിൽ പല സമയത്തും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് വാക്കുകൾ, ഡിക്ഷണറിയിലുള്ള വാക്കുകൾ വരും. അതായത് ഗുഡ് എന്നുള്ളതിന് സാഡ് എന്നൊരു ഓപ്പോസിറ്റായിട്ടുള്ളൊരു അർത്ഥം വരുന്ന ഒരു വാക്കിന് പകരം ഗുഡിന് എന്തിനാണ് സാഡ്, അൺഗുഡ് എന്ന് പോലെ എന്ന് പറയുന്ന രീതിയിൽ വാക്കുകളെ വരെ മാറ്റുകയും, അതേപോലെ തന്നെ നമ്മുടെ കഥാനായകൻ വിൻസ്റ്റൺ എന്ന് പറയുന്ന കഥാപാത്രം ഒരു വ്യക്തിയെ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടുമുട്ടുന്നുണ്ട്. ആ വ്യക്തിയിലൂടെ എങ്ങനെയാണ് ചരിത്രം ഇവർ വളച്ചൊടിക്കുന്നത്, അതായത് എങ്ങനെയാണ് ചെറിയ ചില മാറ്റങ്ങളിലൂടെ ബേസിക്കായിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടങ്ങൾ എങ്ങനെയാണ് അവർ ഒരു മോശപ്പെട്ട ഒരു അടിമത്തം നിറഞ്ഞ ജസ്റ്റേഴ്സ് ആക്കി മാറ്റാൻ അധികാരത്തുള്ളവർക്ക് കഴിയും എന്ന രീതിയിൽ ഓഥർ ഈ ബുക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ എല്ലാവരും ഈ ബുക്കൊന്ന് വായിച്ച് നോക്കുക. ഇന്നത്തെ എനിക്ക് തോന്നുന്നു ടുഡേസ് ടൈം വളരെ റെലവൻ്റ് ആയിട്ടൊരു ബുക്കാണ്. സോ താങ്ക് യു.